തലമുറയായ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരെങ്ങനെയാണോ പ്രമാണങ്ങൾ മനസ്സിലാക്കിയതെങ്കിൽ അതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പഴക്കാനില്ല. വളരെ കറക്റ്റ്. ഇതാണ് ഞങ്ങൾക്ക് മോങ്ങത്തുള്ള മുസ്ലിങ്ങളോട് പറയാറ്. ഇയാൾ ഈ പറഞ്ഞ ആശയത്തിന് അടിവരയിടുകയാണ് ഞാൻ. സ്വഹാബത്ത് ഖുർആൻ എങ്ങനെ മനസ്സിലാക്കി, സ്വഹാബത്ത് ഹദീസ് എങ്ങനെ മനസ്സിലാക്കി, അതുപോലെ മനസ്സിലാക്കിയാൽ നമുക്ക് പിഴക്കാനില്ല. ഇനി സ്വഹാബത്ത് പഠിപ്പിച്ച ആദർശത്തിൽ സുന്നികളാണോ മുജാഹിദുകളാണോ? മുജാഹിദ് പ്രസംഗിക്കുമ്പോ പറയും ഞങ്ങളാണ്, പറയാൻ ആർക്കും പറയാം. ജമാഅത്തേര് പറയും അവരാണ്. ശരി, അത് അവകാശവാദങ്ങളാ. യാഥാർത്ഥ്യം എവിടെ? അതാണ് നമ്മുടെ അന്വേഷണം. മുജാഹിദ് ബാലിശ്ശേരി തന്നെ സ്വഹാബത്ത് പഠിപ്പിച്ച റൂട്ടിലുള്ളത് മുജാഹിദീങ്ങൾ മാത്രമാണ്. മുജാഹിദ് പ്രസ്ഥാനമല്ല, എല്ലാ പ്രസ്ഥാനങ്ങളും വികലാംഗന്മാരാണെന്നാ പറയുന്നത്. മതത്തിൽ അവർ വികലാംഗന്മാരാണ്, കുറെ കുറവുകളുണ്ടെന്ന് കേട്ടോളൂ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്തോ അതാണ് സഹാബികൾ മനസ്സിലാക്കി. സഹാബികൾ മനസ്സിലാക്കിയതെന്തോ അത് മനസ്സിലാക്കിയത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. നിങ്ങൾ വർഗീയവാദിയെന്ന് വിളിച്ചാലും വേണ്ടിയില്ല, പച്ചവാദിയെന്ന് വിളിച്ചാലും വേണ്ടിയില്ല, മുടിപ്രാന്തനെന്ന് വിളിച്ചാലും വേണ്ടിയില്ല. ലോകത്തല്ലാന്റെ ദീനിനെ യഥോചിതം മനസ്സിലാക്കിയ ഏക പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം മാത്രം. ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെയും എന്തുണ്ട്? വികലാംഗതയുണ്ട്. അവരൊക്കെ വികലാംഗരാണ്, മതത്തിന്റെ വികലാംഗരാണ് അവരൊക്കെ. ഒരുപാട് തകരാറുകളുണ്ട് അർത്ഥം. അതെ, ഒരു തകരാറില്ലാത്തത് ഇയാളും ഇപ്പൊ ഇയാളുടെ മുജാഹിദിന് മാത്രമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ തകരാറുകളാണ്. സ്വഹാബത്ത് പഠിപ്പിച്ച റൂട്ടിലുള്ളത് മുജാഹിദുകൾ മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, സ്വഹാബത്ത് കേരളത്തിൽ വന്നു എന്ന് മുജാഹിദുകൾ എഴുതിയിട്ടില്ലേ? ഉണ്ട്. ഞാൻ വായിച്ചു അവരുടെ പുസ്തകങ്ങൾ. അനവധി പുസ്തകങ്ങളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്വഹാബത്ത് കേരളത്തിൽ വന്നുണ്ടാക്കിയ പള്ളികളിൽ ഏത് ഭാഷയിലാണ് ഖുതുബ ഓതിയത്? 10-ലധികം പള്ളി അവരോട് ഉണ്ടാക്കിയില്ല. ആ പള്ളികളിൽ സ്വഹാബത്ത് നിബിധങ്ങളിൽ നിന്ന് പഠിച്ച ആദർശം അറബിയിലുള്ള ഖുതുബയാണ്. ആ അറബിയിലുള്ള ഖുതുബയല്ലേ കേരളത്തിൽ അവർ ഓതി കാണിക്കുന്നത്? അതെവിടെയാണുള്ളത്? മുജാഹിദ് സെന്ററിൽ നിന്ന് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ കട്ട കണ്ടോളൂ നിങ്ങൾ. ജുമുഅ ഖുതുബ സ്ക്രീനിൽ കാണാം. ഇനി നോക്കൂ നിങ്ങൾ, അതിന്റെ 23-ാമത്തെ പേജ്. ആ 23-ാമത്തെ പേജ് അത് ഇവിടുന്ന് അങ്ങോട്ടടിക്കുമ്പോ തല തിരിഞ്ഞണോ? അത് ഇവിടുന്ന് വായിച്ചാൽ എന്റെ കയ്യിൽ കാണുന്നത്. സ്വഹാബത്ത് കേരളത്തില് അറബിയിലുള്ള ഖുതുബയാണ് നിർവഹിച്ചിരുന്നത്. മുജാഹിദിന്റെ പുസ്തകമാണ് സ്ക്രീനിൽ കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് പറയാണത് സ്വഹാബത്ത് പഠിപ്പിച്ച ആദർശത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. മുജാഹിദ് അതാണ് പറയുന്നത്. അത് പറയുന്ന മുജാഹിദ് എന്തിനാ മലയാളത്തിൽ ഖുതുബ ഓതുന്നതെന്നാ? സ്വഹാബത്ത് പഠിപ്പിച്ച ഖുതുബ അറബിയിലുള്ള ഖുതുബയല്ലേ? അവരങ്ങനെയാണ് ഓതിയത്. KM മൗലവിയുടെ പുസ്തകമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. മലയാളത്തിലുള്ള പുസ്തകം കേരള നെതുവത്തുൽ മുജാഹിദീൻ കോഴിക്കോട് സെന്റർ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ 23-ാമത്തെ പേജിൽ. എന്നാ നോക്കൂ നിങ്ങൾ, അറബിയിലുള്ള ഖുതുബ ഇവർ മാറ്റി മലയാളത്തിലുള്ള ഖുതുബയാക്കി. ഇവർക്ക് എന്താണ് പ്രമാണം? ഇവർക്ക് ഖുർആനുണ്ടോ? ഖുർആനും സുന്നത്തും എന്താണോ അതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയല്. ഞാൻ എന്റെ ശബ്ദം കേട്ടു നിൽക്കുന്ന ചെറുപ്പക്കാരോട് മലയാളത്തിലുള്ള ഖുതുബ നിർവഹിക്കുന്ന പള്ളിയിൽ പോയി മീറ്റിംഗിൽ കൂടുന്ന യുവാക്കളോട് പറയുന്നു, അത് ജുമുഅയല്ല, അത് ജുമുഅയല്ല. എവിടെയുണ്ട് ആദർശം? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ മലയാളത്തിൽ ഖുതുബ ഓതണമെന്ന്? മാതൃഭാഷയിൽ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ഖുതുബ നിർവഹിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിലുണ്ടോ? ഇല്ല. ഒരായത്തൊരു ഹദീസും തെളിവില്ല. ഞങ്ങൾക്കറിയാം. പക്ഷെ മുജാഹിദീങ്ങൾക്ക് അപ്പോൾ ചിലർക്ക് തിരിഞ്ഞതറിയങ്ങൾ. മുജാഹിദീങ്ങൾക്കിടയിൽ ഒരു പിളർപ്പുണ്ടായി. ആദ്യത്തെ പിളർപ്പ് മടവൂരി വിഭാഗം KNM നിന്ന് തെറ്റിപ്പോന്ന ആ പിളർപ്പ്. ആ പിളർപ്പ് ഘട്ടത്തിൽ എന്ത് ചെയ്തെന്ന് മടവൂരിയാണ് നന്നായിട്ട് കളിയാക്കി. ആര്? KNM. അന്ന് KNM ഒന്നിച്ച് നിൽക്കുന്ന കാലമാണ്. പിന്നെ KNM പിന്നെ ജിന്നു ശൈത്താനും ചേക്കുട്ടിപ്പാപ്പൊക്കെ വന്നത്. അന്ന് KNM ഒറ്റ KNM. അക്കാലത്ത് എന്ത് ചെയ്തു? ഇന്ന് ചിത്രത്തിലും ചരിത്രത്തിലും ഇല്ലാതെ പോയ എന്റെ പഴയകാല നാട്ടുകാരനായ ശ്രീ സക്കരിയ സ്വലാഹി അയാൾ ഒരു പ്രസംഗം നടത്തി. അതെന്താ പറഞ്ഞാൽ, ഈ മടവൂരിയുടെ ഹദീസിന് ശരിയാണ്. ബുഖാരി മുസ്ലിം കൊണ്ടേ കാണിച്ചു കൊടുത്താലും മടവൂരി തള്ളും. ആരെ കളിയാക്കണത്? മടവൂരിയാണ്. മടവൂരികളുണ്ട് വിടുന്നത്. അലിമദനി മറുപടി കൊടുത്തു. അലിമദനി മറുപടി കൊടുത്തപ്പോ എന്താ പറഞ്ഞാൽ, ഞങ്ങൾ മാത്രം ഹദീസും ആയത്തൊന്നും ഇല്ലാതെ ബുദ്ധിക്കനുസരിച്ച് ദീൻ പറയുന്നത്. നിങ്ങൾ ഇത്ര നല്ല സാധനവും KNMനോട് പറയാം, നിങ്ങളിപ്പോ അത്ര നല്ല സാധനവും കൂട്ടരെ നിങ്ങളും മലയാളത്തിലല്ലേ കുത്തുപോകല്. എവിടെ നമുക്ക് അതിന് ആയത്തും ഹദീസും തെളിവ്? ഇത് എരന്ന് ചോദിച്ചതാ KNM മടവൂരിയല്ലെന്ന്. നിങ്ങൾ ചിന്തിക്ക്, ഇത് കേട്ട് നിൽക്കുന്ന യുവാക്കൾ ചിന്തിക്ക്. ഇത് അവകാശവാദമല്ല, ഞാൻ എന്തെങ്കിലും പറയല്ല. അലിമദനി എന്ന് പറയുന്ന മുജാഹിദ് മടവൂരി വിഭാഗം നേതാവ് KNMന് കൊടുക്കുന്ന മറുപടി നിങ്ങൾ കേട്ടോളൂ. എന്താ
കാത്തിരുന്നു കാലങ്ങളേറെ കൺമറഞ്ഞു പ്രേമത്തിൻ രാജിനി കാണുവാൻ ലോകത്തിൻ വിത്തിനെ കാണുവാൻ ദിനരാത്രികൾ ഞാൻ കാത്തിരുന്നു കാലങ്ങളേറെ കൺമറഞ്ഞു ദിനരാത്രികൾ ഞാൻ കാത്തിരുന്നു കാലങ്ങളേറെ കൺമറഞ്ഞു. എന്നലമിലെ പാപക്കരകൾ മാറ്റിയകറ്റിടുവാൻ എന്നിനവിലെ വേദനകൾ പാടിപ്പറഞ്ഞിടുവാൻ ഇന്നലെ പാപക്കരകൾ മാറ്റിയകറ്റിടുവാൻ എന്നിനവിലെ വേദനകൾ പാടിപ്പറഞ്ഞിടുവാൻ